ക്രിസ്മസ് എക്സാംസ് ഒക്കെ എത്തിയല്ലേ, ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പം പഠിത്തമൊക്കെ എന്തായി, എല്ലാം റെഡി ആയോ? ചില ആളുകളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓൾറെഡി പഠിച്ചു വെച്ചായിരിക്കും. ചില സ്റ്റുഡൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എക്സാമിൻ്റെ തലേ ദിവസം പഠിക്കാനായിട്ടിരിക്കുമായിരിക്കും. അപ്പം ഈ രണ്ട് കൂട്ടർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ഏതൊക്കെ പോർഷൻസ് പഠിക്കണം അല്ലേ? കുറേ ചാപ്റ്റേഴ്സ് എക്സാമിന് ഉണ്ട്. നിങ്ങൾക്ക് എക്കണോമിക്സിൻ്റെ കാര്യത്തിൽ കുറേ ചാപ്റ്റർ ഉണ്ട്. ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റും പഠിക്കണം, സ്റ്റാറ്റിസ്റ്റിക്സും പഠിക്കണം. അപ്പോൾ ഈ കുറേ ചാപ്റ്റേഴ്സ് ഉള്ളത് കൊണ്ട് ലാസ്റ്റ് ടൈം റിവിഷൻ ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് ഫോക്കസ് കൊടുക്കേണ്ട ഏരിയാസ്, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് എന്ന് ഒരു ഡൗട്ട് വരും. ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഈ ഒരു ചാപ്റ്റേഴ്സ്, അല്ലെങ്കിൽ എക്കണോമിക്സിൻ്റെ അല്ലെങ്കിൽ സ്റ്റാറ്റിയുടെ നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്ന പോർഷൻസ്, അല്ലെങ്കിൽ ചാൻസ് ഉള്ള ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ള പോർഷൻസ് ഏതൊക്കെയാണ്, ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ പറയുന്ന ഈ ടോപ്പിക്കുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകണം, മറക്കരുത്. എങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ചാപ്റ്റർ 3 ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ്, ചാപ്റ്റർ 3 ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എസ്എ ക്വസ്റ്റ്യൻസും 5 മാർക്ക് ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കും. MCQ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളതാണ്. കുറേ ഇയേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഫുൾ ഫോംസ്, ഷോർട്ട് ഫോംസ് ഒക്കെ പഠിക്കാനായിട്ട് ഉള്ള ഒരു ചാപ്റ്ററാണ് ഇത്. ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 മുതൽ 5 മാർക്ക് അല്ലെങ്കിൽ 4 പോയിന്റ് ഒക്കെ എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ എക്കണോമിയിൽ ഗവൺമെന്റ് എന്തിനാണ് ന്യൂ എക്കണോമിക് പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അതായത് ന്യൂ എക്കണോമിക് പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയായിരുന്നു, അതിന്റെ കാരണങ്ങൾ, റീസൺസ് എന്തൊക്കെ ആയിരുന്നു. ദെൻ വാട്ട് ഈസ് ലിബറലൈസേഷൻ? ലിബറലൈസേഷൻ എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എസ്സേ ആയിട്ട് ചോദിക്കാം, അതല്ലെങ്കിൽ അതിൻ്റെ സബ് പാർട്ടുകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരാറുണ്ട്. ലിബറലൈസേഷനെ പറ്റി ചോദിക്കുമ്പോൾ 5 സെക്ടേഴ്സിൽ ഗവൺമെൻറ് വരുത്തിയ ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുത്തു, ലിബറലൈസേഷൻ ചെയ്തു. അത് എന്തൊക്കെ ആണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. ഏതൊക്കെയാണ് 5 സെക്ടേഴ്സ്? ഇൻഡസ്ട്രിയൽ, ഫിനാൻഷ്യൽ, ടാക്സ്, ഫോറിൻ മാർക്കറ്റ്, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഈ അഞ്ച് റിഫോംസ് ആണ് ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ചെയ്തത്. ഇൻഡസ്ട്രിയൽ സെക്ടറിനെ പറ്റി ചോദിക്കുമ്പോൾ നിർബന്ധമായിട്ടും ലൈസൻസിങ് പോളിസി അബോളിഷ് ചെയ്തതിനെ പറ്റി എന്ത് ചെയ്യണം, റെഫർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് നിങ്ങൾ എഴുതേണ്ടതായിട്ട് ഉണ്ട്. ദെൻ ഫിനാൻഷ്യൽ സെക്ടറിനെ പറ്റി ചോദിക്കുമ്പോൾ RBIയുടെ റോളിൽ എന്ത് ചേഞ്ച് ആണ് ഗവൺമെന്റ് വരുത്തുന്നത്, RBI മെൻഷൻ ചെയ്യണം. ടാക്സ് റിഫോംസിനെ പറ്റി ചോദിക്കുമ്പോൾ 1991 ശേഷമാണെങ്കിലും 2017 ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിനെ പറ്റി പോയിന്റ് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഫോറിൻ മാർക്കറ്റ് റിഫോംസ്, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റിഫോംസ്. ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസിക്കകത്ത് ഇമ്പോർട്ട് ലൈസൻസിങ് എന്ന് പറഞ്ഞ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ റിഫോം ഏതാണ്? പ്രൈവറ്റൈസേഷൻ ആണ്. പ്രൈവറ്റൈസേഷനെ പറ്റി പഠിക്കുമ്പോൾ 2 പോയിന്റാണ് നിങ്ങൾ എഴുതേണ്ടതായിട്ടുള്ളത്. വിഡ്രോവൽ. എന്താണ് വിഡ്രോ ചെയ്തത്? ഗവൺമെന്റ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിന്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ മാനേജ്മെന്റ് കൺട്രോൾ വിഡ്രോ ചെയ്തു എന്ന പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യണം. രണ്ടാമതായിട്ട് ഔട്ട് റൈറ്റ് ഓഫ് സെയിൽ ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്. ഈ 2 പോയിന്റുകൾ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ. ഗ്ലോബലൈസേഷനെ പറ്റി ചോദിക്കും. ഗ്ലോബലൈസേഷൻ എന്ന ടോപ്പിക് എന്താണ്, അല്ലെങ്കിൽ അതുകൊണ്ട് മീൻ ചെയ്യുന്ന എന്താണ്? ഗ്ലോബൽ എക്കണോമിയെ നമ്മുടെ എക്കണോമിയായിട്ട് ലിങ്ക് ചെയ്യുക, നമ്മുടെ എക്കണോമിയെ ഗ്ലോബൽ എക്കണോമിയായിട്ട് ലിങ്ക് ചെയ്യുക. ആ ഒരു കീവേഡ് ഇൻക്ലൂഡ് ചെയ്യണം. പിന്നീട് ഔട്ട്സോഴ്സിങ്ങിനെ പറ്റി എഴുതുമെങ്കിലും അത് ബെറ്റർ ആണ്. ഔട്ട്സോഴ്സിങ്, ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ടുണ്ടായ ഔട്ട്സോഴ്സിങ്ങിനെ പറ്റിയും എന്ത് ചെയ്യണം, പോയിന്റ് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നീട് ഒരു ഓർഗനൈസേഷനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്. WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ പറ്റി ചോദിക്കുമ്പം ഏത് ഓർഗനൈസേഷന് പിൻഗാമിയായിട്ടാണ് വന്നത്? അതായത് GATT അല്ലെ, GATTന്റെ പിൻഗാമിയായിട്ടാണ് എന്ത് വന്നത്? WTO വന്നത്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വന്നത് എന്ന് ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. രണ്ടാമതായിട്ട് WTO എക്സ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ ഏതാണ്? ഏത് വർഷമാണ് WTO എക്സ്റ്റാബ്ലിഷ് ചെയ്തത്? WTOയുടെ ഒബ്ജക്റ്റീവ്സ്, ഇങ്ങനൊരു ഓർഗനൈസേഷൻ ഫോം ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഇതിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ് എന്നും മെൻഷൻ ചെയ്യണം ഈ WTO പറ്റി ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ. ലാസ്റ്റ് ആയിട്ട് ഈ ടോപ്പിക്ക് ഏതാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എസ്എ ക്വസ്റ്റ്യൻ തന്നെയാണ്. അസസ്മെന്റ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസീസ്. ന്യൂ എക്കണോമിക് പോളിസീസ്, അതായത് ന്യൂ എക്കണോമിക് പോളിസീസ് ഉണ്ട്. ഈ ന്യൂ എക്കണോമിക് പോളിസീസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നീട് ഈ ന്യൂ എക്കണോമിക് പോളിസീസ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം വേരിയസ് സെക്ടേഴ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, അല്ലെങ്കിൽ എന്തൊക്കെ പോരായ്മകൾ, എന്തൊക്കെ ലിമിറ്റേഷൻസ് ഈ ഓരോ സെക്ടേഴ്സിൽ ഉണ്ടായി, അല്ലെങ്കിൽ ഈ പോളിസീസിന്റെ സക്സസ് റേറ്റ് എത്രയാണ്, അതിന്റെ ലിമിറ്റേഷൻ എത്രയാണ് എന്നൊരു ക്രിട്ടിക്കൽ അസസ്മെന്റ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. എസ്എ ക്വസ്റ്റ്യന് ആണ്. ഇതൊക്കെയാണ് മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്ക്. WTO പഠിച്ചിട്ട് പോകണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ, ഇവർ 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലിബറലൈസേഷൻ ആണ്. അതും പഠിച്ചിട്ട് പോകണം.
ഒത്തിരി ടോപ്പിക്കൊന്നും ഈ ചാപ്റ്റർ പഠിക്കാനില്ല. ഈ 3 കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട സബ് പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരു കഥ പോലെ പഠിച്ചു വെക്കാനായിട്ട് പറ്റുന്നതാണ്. നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. ഈ പറഞ്ഞ ടോപ്പിക്കുകൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവുക. എങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.